ഞാൻ പറയുന്നു, ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലും ചീത്ത വിളിച്ച ഇവനാ ആദ്യത്തെ, മറ്റേതാവുണ്ട്. സ്വന്തം സ്ഥാനപ്പേര് നൽകി ഒരു സമൂഹത്തെ വഞ്ചിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കൂവമണ്ഡൂകങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ വിനയപുരസ്സരം പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം. ഒരു കൂട്ടർ പറഞ്ഞു മുസ്ലിം ഇല്ലാത്ത ഇന്ത്യ, അപ്പോൾ വേറൊരു വിളിച്ചു പറഞ്ഞു മുസ്ലിം ശബ്ദമില്ലാത്ത പാർലമെന്റ്. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഒരു കിഡ്നി ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് മറ്റേ കിഡ്നി എടുക്കും. അതിനുവേണ്ടി മറ്റേ തങ്ങളെ ദ്വായും തങ്ങളോട് പറയുന്നു. ഞാൻ പറയുന്നു, തങ്ങളെ ചാൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാം സമസ്ത ഉണ്ടാക്കണം. ഇപ്പോൾ കുറച്ച് ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നു, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒന്നിച്ച് ഒരു മൂന്നാം സമസ്ത. എന്നാൽ അല്പം ചാൻസ് ഉണ്ട്. രണ്ടാം സമസ്ത കാര്യം പോയി. ഒരു മൂന്നാം സമസ്തയോ നാലാം സമസ്തയോ ഉണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് നിങ്ങൾ പറയാ കുത്തിയവർ ഞങ്ങളാണ്, അടിച്ചവർ ഞങ്ങളാണ്, ഇടിച്ചവർ ഞങ്ങളാണ്. എന്താ കാര്യം? ഇവിടെ സംഘർഷമുണ്ടായത് എന്തുകൊണ്ടാണ്? ഒന്നിലേറെ സമസ്ത ഉണ്ടായതുകൊണ്ടാണ്. ഒരു സമസ്ത ഉണ്ടാക്കിയത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്. തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഇവിടെ സമൂഹത്തിനിടയിൽ സംഘർഷമുണ്ടായത് രണ്ട് സമസ്ത ഉണ്ടായതാണെങ്കിൽ ആരാണ് രണ്ടാം സമസ്ത ഉണ്ടാക്കിയവൻ? അവനാണ് മറുപടി പറയേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങൾ ആദ്യത്തെ സമസ്തയുടെ കൂടെ നിൽക്കുന്നവരാണ്. വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ സമസ്തയിലാണ് ഞങ്ങളുള്ളത്. വരക്കൽ മുല്ലക്കോയത്തങ്ങളാണോ കുറ്റക്കാരൻ? അതുകൊണ്ട് വിനയപുരസ്സരം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം സമസ്തയുടെ നേതൃത്വത്തെയും പാണക്കാട് തങ്ങന്മാരെയും ചോദ്യം ചെയ്യാൻ ഒരു മഹ്ലൂക്കും ഇവിടെ വളർന്നിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം. അതാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്. ഒന്നിച്ച് കുറച്ച് ആളുകളെ കണ്ടപ്പോൾ നിങ്ങൾ മതിമറന്നു പോയതാണ്. മറ്റേ ചങ്ങാതി കൊല്ലത്തിന് വന്നു മലബാറിനെ മോചിപ്പിക്കാൻ. കൊല്ലത്തിനെ മോചിപ്പിച്ച പോലെ എന്താ ഇവിടെ വന്നത്? അയാളും ചോദ്യം ചെയ്ത് പാണക്കാട്ടെ തങ്ങളെയാ. എടോ, ഞാൻ പറയുന്നു, ആ ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞ അഭിപ്രായമെങ്കിലും നിങ്ങൾ മാനിക്കണം. ഡോക്ടർ ഗംഗാധരൻ മാതൃഭൂമി വീക്കിയിൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗ് ഒരു കളിയല്ല, കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പൊന്നാനിയിൽ ലീഗിന്റെ കൂടെയാണ്. ഡോക്ടർ ഗംഗാധരൻ. ഈടെ അയാൾ മറ്റൊന്നും കൂടി പ്രസംഗിച്ചിട്ടുണ്ട്. ഗംഗാധരൻ എന്താ പറഞ്ഞത്? ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസം ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു മുസ്ലിം കേന്ദ്രത്തിലൂടെ ഞാൻ കുടുംബം ഇങ്ങനെ സന്ദർശിക്കുകയായിരുന്നു. ആ സമയത്ത് മൈക്ക് അനൗൺസ്മെന്റ് കടന്നു വന്നു. ആ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ബാബരി മസ്ജിദ് ശത്രുക്കൾ തകർത്ത് തരിപ്പണിമാക്കിയ ദുഃഖകരമായ വാർത്ത, അത്യഗാധമായ ദുഃഖത്തോടെ ഞങ്ങൾ നിങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ഡോക്ടർ ഗംഗാധരൻ പറയുന്നു, ഈ വാക്ക് കേട്ടപ്പോൾ ഞാൻ ബേജാറായി. കാരണം ഞാനുള്ളത് മുസ്ലിമുകളുടെ കൂട്ടത്തിലാണ്, ഞാനും കുടുംബവും. ഇനി ഇവരിപ്പോൾ ഒരു വികാരാവേശ പ്രകടനം തുടങ്ങിയാൽ എൻ്റെ കഥ കഴിഞ്ഞു പോകും. ഞാനൊരു ഹൈന്ദവ കുടുംബമാണല്ലോ. അപ്പോഴാണ് വീണ്ടും മൈക്ക് അനൗൺസ്മെന്റ് ഇങ്ങനെ തുടരുന്നത്. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, അങ്ങേയറ്റം ആത്മസംയമനം പാലിക്കണമെന്നും സഹോദര സമുദായങ്ങളോട് സ്നേഹമസരണമായി പെരുമാറണമെന്നും ഒരു സഹോദര സമുദായാംഗത്തിന്റെ രോമത്തിനോ ക്ഷേത്രത്തിന്റെ ഓടിനോ കേടുകൂടാതെ സൂക്ഷിക്കണമെന്നും നമ്മുടെ ആത്മീയാചാര്യൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഈ ശബ്ദവും കേട്ടപ്പോൾ ഡോക്ടർ ഗംഗാധരൻ പറയുകയാണ്, വിറക്കുന്ന കൈകളോടെ എൻ്റെ കാറിലുള്ള ബാഗ് ഞാൻ തുറന്നു, ഞാൻ ഡയറി എടുത്തു, ഡിസംബർ 6 പേജ് ഞാൻ മറിച്ചു, എൻ്റെ പേന കൊണ്ട് ഞാൻ 2 വരികൾ എഴുതി ചേർത്തു. അതിലൊന്നോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ മഹാനാണു എന്ന. രണ്ടാമത്തെ വരി, ഭാവി ഇന്ത്യയുടെ നിലനിൽപ്പിന് പാണക്കാട്ട് തങ്ങളെപ്പോലുള്ള നേതാക്കന്മാരുടെ നിര ഇന്ത്യക്ക് അനിവാര്യമാണ്. ആ വികാരമെങ്കിലും ഉൾക്കൊള്ളാൻ ഈ മുസ്ലിം നാമധാരികൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് ഒരാൾ വിളിച്ചു പറഞ്ഞത്, ഇസ്ലാമിൻ്റെ മക്കളെ, നമ്മെ ആത്മസംയമനത്തിൻ്റെ താരാട്ട് പാട്ടുപാടി ഉറക്കിക്കിടത്താൻ ശ്രമിക്കുന്ന ആത്മീയാചാര്യൻ എന്ന് പറയപ്പെടുന്നവനും കുന്നാലിക്കുട്ടി എന്ന കന്നാലിക്കുട്ടിയും അയാളുടെ പ്രസംഗ ശൈലി എങ്ങനെയായിരുന്നു? അതൊക്കെ പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, അതുകൊണ്ട് 1 ഇഞ്ച് പോലും പുറകോട്ട് പോകരുത്. ഒരു തുള്ളി രക്തമൊഴുക്കിയാൽ ഗാലൻ കണക്കിന് രക്തമൊഴുക്കണം. അടിക്കടി, ഇടിക്കിടി, കുത്തിന് കുത്ത്, കൊലക്ക് കൊല, രക്തത്തിന് രക്തം, ബലാത്സംഗത്തിന് ബലാത്സംഗം.
ബലാത്സംഗം കൂടി പറഞ്ഞപ്പോൾ കുട്ടിക്ക് തോന്നിയ ചാൻസാണ് സുന്നത്തായ ബലാത്സംഗം. ഉസ്താദ് പറയുന്നില്ലേ ബലാത്സംഗം? ഉസ്താദ് പറയുമ്പോൾ സുന്നത്തായിരിക്കുമല്ലോ അല്ലേ? അതിൽ കൂടി കുറേ ഉണ്ടോ? പിന്നെ മൂപ്പരുടെ പ്രസംഗാണ് മഹാഭാരതി എന്ന മുട്ടയടിച്ച പട്ടി. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകണമെന്നാണോ പറയുന്നത്? എങ്കിൽ ഞങ്ങൾക്ക് പോകാൻ പാകിസ്ഥാനുണ്ട്, സൗദി അറേബ്യയുണ്ട്, അബുദാബിയുണ്ട്, ദുബായുണ്ട്, ഷാർജയുണ്ട്, ഖത്തറുണ്ട്, ബഹ്റൈനുണ്ട്, കുവൈത്തുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ എണ്ണി പറയാം. അപ്പോൾ കുറേ ആളിങ്ങനെ കാന്തപുരത്തിൻ്റെ കുട്ടികളമാർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു എന്ത് അല്ലാഹു അക്ബർ. ഇതെന്തായി പ്രസംഗിച്ചത്? രാജ്യദ്രോഹമാണ്, തനി രാജ്യദ്രോഹമാണ്. മഹാഭാരതി നമ്മുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്തതിന് മുമ്പ് തന്നെ രാജ്യസ്നേഹം പലരും ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലേ? അന്നതിന് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞ മറുപടി ഉണ്ട്. CH മുഹമ്മദ് കോയ പറഞ്ഞ മറുപടി ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് പറഞ്ഞത്? ഞങ്ങളോട് ഇന്ത്യ വിട്ടു പോകണമെന്നാണോ പറയുന്നത്? ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപൻ ജോർജ് പഞ്ചമന്റെ കുഞ്ചിരോമം പിടിച്ചലറി, മിസ്റ്റർ ജോർജ് എന്ന മനുഷ്യ, എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ എനിക്ക് മരിച്ചന്ത്യ വിഷമ കൊള്ളാൻ 6 അടി മണ്ണ് വേണമെന്ന് ഗർജിച്ച മൗലാന മുഹമ്മദ് അലിയുടെ പേരക്കിടാങ്ങളാണ് ഞങ്ങൾ. പറങ്കിപ്പടയോട് പടപൊരുതി അറബിക്കടലിന്റെ വിരിമാറിൽ തൻ്റെ ജീവരക്തം കൊണ്ട് ചഞ്ചായം പൂശിയ കുഞ്ഞാലിമരക്കാരുടെ സമുദായമാണ്. ഈ സമുദായത്തിന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യാൻ മാത്രം കഴിവുള്ള ഒരു ആൺകുട്ടിയെ ഇന്ത്യയിലൊരു മാതാവും പ്രസവിച്ചിട്ടില്ല എന്നാണ് CH മറുപടി പറഞ്ഞത്. CH ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ജനിച്ചവരാണ്, ഈ പവിത്രമായ മണ്ണ് ഞങ്ങളുടെ ജന്മഭൂമിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരാനും ജീവിക്കാനും ഇവിടെ അവകാശമുണ്ട്. ഞങ്ങൾ ഇവിടെ മരിച്ചു ഈ മണ്ണോട് കവിൾത്തളം ചേർത്ത് വെച്ചുകൊണ്ട് 6 അടി മണ്ണിൽ അന്ത്യവിഷം കൊള്ളേണ്ടവരാണ്. ഞങ്ങൾ എവിടേക്കും പോകേണ്ടവരല്ല, പോകുന്നവരുമല്ല. അതാണ് CH പറഞ്ഞ മറുപടി. അതാണ് ഒരു ഇന്ത്യക്കാരൻ പറയേണ്ട മറുപടി. അതാണ് ഒരു ഭാരതീയൻ പറയേണ്ട മറുപടി. അതാണ് ദേശാഭിമാന ബോധമുള്ള ഒരാൾ പറയേണ്ട മറുപടി. നമ്മുടെ മഹാന്മാർ മമ്പുറം തങ്ങളും മഹാനായ വെളിയങ്കോട് ഉമർഖാദി തങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിച്ച അതാണ്. ഉജ്ജ്വലമായ ദേശാഭിമാന ബോധമാണ് നമ്മെ പഠിപ്പിച്ചത്. ആ ദേശാഭിമാന ബോധത്തിന് കത്തിവെക്കുന്ന പ്രസംഗമാണ് ഈ നാസർ മദനി ഇവിടെ വന്ന് പ്രസംഗിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെയൊക്കെ പ്രസംഗിച്ച ഒരു കാലം ഉണ്ടായിരുന്നു, ആ കാലം മാറി. ഞാൻ കോയമ്പത്തൂർ പോയി വന്നപ്പോൾ എൻ്റെ സുക്കേട് മാറി. എൻ്റെ സുക്കേട് പിരാന്ത്, മതഭ്രാന്ത് എന്നായിരുന്നു. പിരാന്ത് മാറി. ആരാ മാറ്റിയത്? EK നായനാർ പിടിച്ചുകൊണ്ട് അഴിട്ടു. 9 വർഷം അവിടെ കിടന്നപ്പോൾ പിരാന്ത് മാറി വന്നു എന്ന് അയാളെ വാദം. അപ്പോൾ നായനാരാണല്ലോ ഉപകാരം ചെയ്തത്. സ്വന്തം പിതാവ് പോലും ചെയ്യാത്ത ഉപകാരം ചെയ്ത നായനാരുടെ പാർട്ടിയോട് മരണാനന്തര കടപ്പാട് നിർവഹിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പണിയെടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജയപാടുന്ന ഏർപ്പാട് നാസർ ഫൈസി കൂടത്തായിയുടെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ വളരെ മനോഹരമായി ചിത്രീകരിച്ചല്ലോ. എന്തൊക്കെ നിരീശ്വരത്വം പ്രചരിപ്പിക്കാൻ ഒരു ഏർപ്പാട്. പാഠശാലയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ. നമ്മുടെ കുട്ടികളെ അങ്ങനെ എളുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ എത്ര മദ്രസ ഉള്ളത്? ഇതെല്ലാം പഠിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. മുമ്പ് ഈ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് പുസ്തകം എടുത്തിട്ട് പറഞ്ഞു, മനുഷ്യനിങ്ങനെ അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ മാറി അവസാനം കുരങ്ങായി, കുരങ്ങിൻ്റെ വാല് മുറിഞ്ഞപ്പോൾ മനുഷ്യനായി. അപ്പോൾ മദ്രസ പഠിച്ചിട്ട് പോയൊരു കുട്ടി പറഞ്ഞു, സാറിൻ്റെ കളി കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. കുരങ്ങിൻ്റെ വാല് മുറിച്ചിട്ടാണ് മനുഷ്യനായത്. സാറിൻ്റെ കളി കാണുമ്പോൾ തോന്നുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ മാറ്റാൻ കഴിയില്ല, നമുക്കറിയാം. പക്ഷേ ഗവൺമെൻറ് ചെലവിൽ നമ്മുടെ നികുതിപ്പണം ഉപയോഗപ്പെടുച്ച് സ്വതന്ത്ര ഭാരതത്തിൽ, അതും കേരള സംസ്ഥാനത്ത്, ഈ ഏർപ്പാട് സമ്മതിക്കില്ല. അത് പറഞ്ഞുകൊണ്ട് മണക്കടത്തങ്ങൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. വൈകിട്ട് മാസ്റ്റർ അതിൻ്റെ സംഘാടകൻ. ആ മീറ്റിങ്ങിൽ 18 സംഘടനയാണ് പങ്കെടുത്തത് അല്ലേ? 18 സംഘം എല്ലാവരും പ്രസംഗിച്ചു. നമ്മളെ പരിശുദ്ധ മറ്റേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തുണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ്, അതടക്കം എല്ലാവരും പ്രസംഗിച്ചു. എല്ലാവരും പറഞ്ഞു, തങ്ങൾ ഏറ്റവും നല്ല സമയത്താണ് മീറ്റിംഗ് വിളിച്ചത്, ഇത് വലിയൊരു മുസീബത്താണ്, അതുകൊണ്ട് തങ്ങൾ പിന്നെ ഈ മീറ്റിംഗ് വിളിച്ച് വലിയ ഉപകാരമായി, തങ്ങൾ ഇതിന് സമരം നയിക്കണം, തങ്ങൾ മുമ്പിൽ വെക്കണം, ഞങ്ങളൊക്കെ ബാക്ക്. എല്ലാവരും 2 മുജാഹിദ്, മറ്റേ ജമാഅത്ത് ഇസ്ലാമി, മറ്റേ സുന്നി, എല്ലാവരും MES MSS സകലം അല്ലേ, എല്ലാവരും പ്രസംഗിച്ചു. ഇവരെല്ലാവരും കൂടി പറഞ്ഞു തങ്ങൾ ഇമാമത്തേക്കാൻ പറഞ്ഞു, നമ്മൾ ബാക്കിൽ നിൽക്കാം. തങ്ങൾ ഇമാമത്ത് നിന്ന് ഇവരെല്ലാം ബാക്കിൽ നിന്ന് സലാം കുട്ടിയൊക്കെ കുറേ ഇടത്തിൽ കാന്തില്ല. അപ്പുറത്ത് വേറെ ജമാഅത്ത്, പിണറായി വിജയൻ ഇമാമും കാന്തപുരം മോമും. 1ാം സഭയിൽ കാന്തപുരം. എന്താ ചോദിച്ചത്? ഇത് പറ്റൂല, ഇത് പള്ളി എന്ന് പറയാൻ പറ്റൂല.
പള്ളി അള്ളാന്റെ പള്ളി അള്ളാന്റെ കാര്യം പറയുന്നുണ്ട്. ശുംഭന്മാർ, എംഭോഗികൾ, നിങ്ങളെ പറ്റി എന്താ പറയുന്നത്? അള്ളാന്റെ പള്ളി അള്ളാന്റെ വർത്താനം പറയുന്നത്. എടോ മതവിശ്വാസം അടിയറ വെക്കലാണത്. അള്ളാഹു നിങ്ങളെ ശപിക്കും, നിങ്ങൾ സൂക്ഷിക്കുക. മതസ്വാതന്ത്ര്യം അടിയറ വെക്കലാണ്, നിങ്ങൾ മനസ്സിലാക്കണം. മതം പള്ളിയിൽ വെച്ച് പറയാനുള്ള അവകാശം, അതാണ് അടിയറ വെക്കാൻ പറയുന്നത്, അല്ലേ? പള്ളി കാന്തപുരം ഉണ്ടാക്കിയതല്ല. ഉള്ളാളെ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് പള്ളിയുണ്ട്. കാന്തപുരത്തിൻ്റെ ഉമ്മാൻ്റെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഇവിടെ പള്ളിയുണ്ട്. ഏതാ പള്ളി? അവൽ മസ്ജിദിൻ ഹുസിസാല തഖ്വ, അല്ലേ? പിന്നെ വേറെ ചില പള്ളിയുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ പള്ളി. അതല്ലല്ലോ, വേറെ പള്ളി. അതിനെ ഒരു മ്യൂസിയം ആയിട്ട് കണ്ടാൽ മതി. സലാത്ത് നഗറിൽ പോയപ്പോൾ ഞാൻ അവിടെ കണ്ടുപോയി. എന്നാണ് അതിൻ്റെ പേര്? വൈറ്റ് ഹൗസ്. എന്നാണ് അവിടെ ഉള്ളത്? ഒരു ഗ്രാൻഡ് ഹൗസ്, അല്ലേ? പള്ളി എന്ത് പള്ളി? അള്ളാഹുവിൻ്റെ തഖ്വയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ പള്ളികൾ, 10,000-കണക്കിന് പള്ളികൾ ഇവിടെ ഉണ്ട്. ആ പള്ളിയിൽ വെച്ച് ഞങ്ങൾ മതം പറയും. പറയില്ല എന്ന് പറയുന്ന ശക്തികളെ എന്ത് വില കൊടുത്തും ഞങ്ങൾ നേരിടും എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കട്ടെ. തടയാൻ കഴിയില്ല കേട്ടോ, തടയാൻ കഴിയില്ല. ഏത് ഭൗതിക ശക്തിയെ കൂട്ടുപിടിച്ചാലും തടയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ പള്ളിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ കാര്യം പറയാൻ പാടില്ലെന്ന്. ജീവനില്ലാത്ത മതമില്ലാത്ത ജീവൻ, അല്ലേ? മതമില്ലാത്ത ജീവൻ എന്താണ് ലക്ഷ്യം എന്ന് തിരിച്ചറിയാൻ കഴിയണം മോമിനിങ്ങൾക്ക്. കമ്മ്യൂണിസം പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആവാമെന്ന് ഫത്വ കൊടുത്തവരാണ്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാം. നിങ്ങൾ ഫത്വ കൊടുത്തിട്ടില്ലേ മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആവാമെന്ന്? ഛേദിക്കുമോ? എൻ്റെ കയ്യിൽ ഇപ്പോഴും രേഖയുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആവാമെന്ന് ഫത്വ കൊടുത്തതും ശംസുൽ ആ സമയത്ത് എങ്കിൽ നിങ്ങളോട് വിട്ടുവീഴ്ചയുടെ പ്രശ്നമില്ല എന്ന് ശംസുൽ മറുപടി പറഞ്ഞതും ഇപ്പോഴും ആ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നലെ നോക്കിയിരുന്നു, പക്ഷെ സുഖമില്ലാത്തതുകൊണ്ട് ആ രേഖയെന്ന് വെച്ചുള്ള പ്രസംഗം ഇപ്പം വേണ്ട. ഇനി സൂക്കേട് ഇങ്ങനെ കൂടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആവശ്യമായി ഉപയോഗപ്പെടുത്താം. ഇവരെ സൂക്കേട് ഇന്നിപ്പോൾ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട് സലാത്ത്. ചിലപ്പോൾ അവിടെ നമ്മുടെ മീറ്റിംഗ് വെക്കേണ്ടി വരും, അല്ലേ നാസർ ഫൈസി? ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കാണാം, ഇൻഷാ അല്ലാഹ് അവിടെ വെച്ച് കാണാം. ഇനി വെല്ലുവിളിക്കാൻ തയ്യാറാണ്. കാന്തപുരം അടക്കം വന്നോളി, നിങ്ങൾ അടപ്പ് ഞാൻ ഊരിത്തരാം. ഒരു രേഖയും ഞാൻ നശിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ പിന്നെ അത് വേണ്ട, ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ദശന്മാർ മാറിയിട്ടാണ്. ഒരു രേഖയും ഞാൻ നശിപ്പിച്ചിട്ട് എല്ലാം ഉണ്ട്.